friends, welcome back to Zach's Varieties. പടിഞ്ഞാറ് യൂറോപ്പിൽ ഒരു ചെറിയ രാജ്യമുണ്ട്, ലിക്സ്റ്റൻഷൻ എന്ന് പറയും. വളരെ കുറഞ്ഞ ആൾക്കാരെ താമസമുള്ളതാണ്. അത് സ്വിറ്റ്സർലാൻഡിന്റെ ബോർഡറും പിന്നെ ജർമ്മനി, ഫ്രാൻസ് ഇതിന്റെ ഇടയിലുള്ള ഒരു ചെറിയ രാജ്യമാണ്. അപ്പൊ ഈ ഒരു രാജ്യം നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ അങ്ങനെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഇപ്പോൾ സമയം 6:45. ഞാൻ സ്വിറ്റ്സർലാൻഡിൽ നമ്മളെ ഹോട്ടലാണ്. അവിടുന്ന് രാവിലെ തന്നെ ഞങ്ങളിന്ന് പോവുകയാണ്. ഇവിടുത്തെ ഒരു യൂറോപ്പിലെ ഏറ്റവും ഒരു ചെറിയ രാജ്യമുണ്ട്, ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടില്ല. അതിന് വേറെയും 1-2 ഉച്ചാരണങ്ങളൊക്കെ ഉണ്ട്. ലിക്റ്റൻസ്റ്റൈൻ എന്നാണ് അതിന് പറയാറുള്ളത്. ഇപ്പം അങ്ങോട്ടേക്കാണ് ഇന്നത്തെ യാത്ര. അതങ്ങനെ പോയിട്ട് പിന്നെ ഓസ്ട്രിയയിൽ കടക്കണം. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗം. ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യത്തെ ഞാൻ മുമ്പ് പോയിക്കുന്നത്, പക്ഷേ ഇത് ഒരു സീസണിൽ ഓസ്ട്രിയ ഒന്ന് കാണേണ്ടതന്നെയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വണ്ടി കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി പുറപ്പെട്ട് ഇപ്പം നമ്മൾ ലിക്റ്റൻസ്റ്റൈനിലെത്തിയിട്ടുണ്ട്. ഇത് പടിഞ്ഞാറൻ യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമാണ്. ഇത് പൂർണ്ണമായിട്ടും കരയാലാണ് ചുറ്റപ്പെട്ടുള്ളത്. ഒരു ആൽപൈൻ രാജ്യമാണ് ഇതിൽ. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം സ്വിറ്റ്സർലാൻഡും ഇപ്പം നമ്മൾ വന്ന ഭാഗം കിഴക്ക് ഓസ്ട്രിയയാണ് ഇതിൻ്റെ അതിർത്തി ഉള്ളത്. പിന്നെ ജർമ്മനിയുടെ ഒരു ചെറിയൊരു ഭാഗമുണ്ട്, ആ ഭാഗത്ത് പോകുന്നുണ്ട്. ഇത് ഹിൽട്ടി കമ്പനി, ഫേമസ് കമ്പനിയാണ്, ടൂൾ കമ്പനിയാണ്. അതിൻ്റെ ആസ്ഥാനം ഈ ലിക്റ്റൻസ്റ്റൈനിലാണ് ഉള്ളത്. ഫേമസ് കമ്പനിയാണ് ഈ ഹിൽട്ടി എന്ന് പറഞ്ഞ കമ്പനി. ഇപ്പം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഡിസ്പ്ലേകളാണ് ഇതൊക്കെ. പലവിധ കിയാറാണ് ഇട്ടുള്ളത്, ചീസ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സാൻഡ്വിച്ചുകളുണ്ട്. അപ്പോൾ അവിടുന്ന് വീണ്ടും ബസ്സിൽ പുറപ്പെട്ടിട്ടുണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇവിടെയൊക്കെ. ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് ഈ ലിക്റ്റൻസ്റ്റൈൻ എന്നുള്ള രാജ്യം. റോമാ സാമ്രാജ്യത്തിൻ്റെ അവശേഷിക്കുന്ന അവസാന ഭാഗമാണ് ഈ ലിക്റ്റൻസ്റ്റൈൻ. ഈ രാജ്യത്തിൻ്റെ ആകെ വിസ്തീർണം 160 കിലോമീറ്റർ സ്ക്വയറാണ്. ആകെ ഇവിടെയുള്ള ജനസംഖ്യ ഒരു 35,000 ജനങ്ങളുള്ളൂ ഈ ഒരു രാജ്യത്തുള്ളത്. ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ പേരാണ് വാഡ്സ്. ഇവിടുത്തെ കറൻസി സ്വിസ്സും ഫ്രാൻസുമാണ് ഇവിടെ അവർ ഉപയോഗിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ ബോർഡറിൽ ഒരു വലിയൊരു കാസിലുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മൾ. ഇപ്പോൾ ബസ് നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ കാസിലിന് ഇവിടുന്ന് വേറൊരു പ്രൈവറ്റ് ബസ്സുണ്ട്. ആ ബസ്സിൽ വേണം അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ അതിനുള്ള പുറപ്പാടാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം. ഇതൊരു ജർമ്മൻ്റെ ഒരു ഭാഗത്താണ് ഈ സ്ഥലം നിൽക്കുന്നത്. ഇപ്പോൾ ഇതാണ് ആ ബസ്. ഇതിൽ ഇനി അങ്ങനെ അങ്ങോട്ടേക്ക് പോകണം. ഒരു 10 മിനിറ്റ് ഓടാനുണ്ട് ഇവിടുന്ന്. ഇതാണ് ആ കോട്ട. ആ കോട്ടന് അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഈ കോട്ടൻ്റെ പേരാണ് ന്യൂ ഷാൻ സ്റ്റൈൻ കാസിൽ എന്നാണ് അതിന് പറയുക. അപ്പം ഇത് അങ്ങ് ഒരു ആൽപ്സിൻ്റെ ഒരു കുന്നാണ്. ആ കുന്നിൻ്റെ മുകളിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ജർമ്മനിയുടെ ബോർഡറായിട്ടുള്ള ബവേറിയയിലെ പിന്നെ സ്വാബിയ മേഖലയിലാണിത് ഉള്ളത്. ഇവിടെയൊക്കെ ഒരു മലയും അരുവിയൊക്കെ ഉള്ള ഭാഗമാണ്. ഇവിടെ ഒരു അരുവിയുണ്ട്. ഈ അരുവിൻ്റെ പേരാണ് പൊല്ലാറ്റ് അരുവി എന്നതിന് പറയുക. വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരുപാട് താഴ്ചയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു പാലത്തിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അക്കാലത്തെ ബവേറിയൻ രാജാക്കന്മാരുടെ പ്രധാന വസതിയായിരുന്നു ഇവിടെ. 1869 ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് 1886 ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളത്. ഇത് രാജാവ് ഉണ്ടാക്കി, പിന്നെ അദ്ദേഹം മരിച്ച ശേഷം പിന്നെ ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്താണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അരുവി കാര്യങ്ങളൊക്കെ. നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. തിരിച്ച് ലിക്റ്റൻസ്റ്റൈനിലെത്തിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. ആൽപ്സ് പർവ്വതനിരയാണ് ഈ കാണുന്നതൊക്കെ. ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ.
അപ്പോൾ അതിനിവിടുന്ന് ലഞ്ച് വെച്ചിട്ട് നേരെ ഓസ്ട്രിയക്ക് പോവാണ്. ഇതാണ് ഓസ്ട്രിയ. ഇവിടെ ഞാൻ പലതവണ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സവരോസ്കി മലൻ്റെ അടിയിലുള്ളൊരു പിന്നെ ഒരു ആഭരണശാല ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോവാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു ആഭരണശാലയ്ക്കുള്ള എൻട്രൻസ്. അതിങ്ങനെ കയറുമ്പോൾ തന്നെ കംപ്ലീറ്റ് ലൈറ്റിൽ മുങ്ങി നിൽക്കുന്നുണ്ട്. ഇത് വിശദമായൊരു എപ്പിസോഡ് മുമ്പ് ഞാൻ കാണിച്ചിരുന്നു. ഓസ്ട്രിയയിലെ ഇൻസ്ബുർക്കിലെ പരിസരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്നാലും കുറച്ചൊക്കെ നമുക്ക് ഇതിൻ്റെ ആഭാവം ഒന്നുകൂടി കാണാം. ഇവർക്ക് വേൾഡിൽ ഒരുപാട് സ്ഥലത്തുണ്ട് ഇവരെ ഷോപ്പ്. നമ്മുടെ ഇന്ത്യയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, എയർപോർട്ടുകളിലൊക്കെ ഉണ്ട്. സവരോസ്കി എന്ന് അതിന് പറയും അവരെ ഈ ഒരു ബ്രാൻഡിന്. അപ്പോൾ അതങ്ങനെ കാണാം നമുക്ക്. ആഭരണശാല ഞാൻ പുറത്തിറങ്ങിക്കുന്നു. ഇത് ഒരുപാട് ഏക്കർ കണക്കിനുണ്ട്. ഈ ഒരു വെള്ളം ചാടുന്നുണ്ടല്ലേ, ആ കണ്ണൊക്കെ ഒരു ക്രിസ്റ്റലാണ് സംഭവം. അതിൻ്റെ അകത്താണ് ഈ നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു ഷോറൂം ഉള്ളത്. ഇതിലേക്ക് കയറണമെങ്കിൽ പിന്നെ ആദ്യം പെർമിഷനൊക്കെ ബുക്കിങ്ങൊക്കെ വേണം. ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. ഇവിടെ ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ആകെ ഒരു കാലാവസ്ഥ മൂടിയ മോഡലുണ്ട്. ഇൻസ്ബ്രൂക്കിലേക്കാണ് പോകുന്നത്. ഇൻസ്ബ്രൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓസ്ട്രിയൻ്റെ 5ാമത്തെ വലിയ നഗരമാണ്. ഇൻസ് നദിയുടെ തീരത്ത് നിൽക്കുന്നതാണ് ഇൻസ്ബ്രൂക്ക്. അപ്പോൾ അവിടുത്തെ പിന്നെ വഴിയിലെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. ഇപ്പോൾ സമയം 5:25 ആയിരിക്കുന്നു. ഇപ്പം നമ്മൾ ബസ് ഇറങ്ങിയിട്ടുണ്ട്. മഴ ചാറുന്നുണ്ട്. അപ്പം ഇതാണ് ഈൻസ് നദി. ഇതിൻ്റെ സൈഡിലുള്ള കെട്ടിടങ്ങളുണ്ടല്ലോ, അത് ഇൻസ്ബുർക്കിൻ്റെ ഒരു ബ്രാൻഡ് മോഡലാണ്. ഇൻസ്ബുർക്കിൻ്റെ ഫോട്ടോസൊക്കെ കാണിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഒരു പിക്ചറായിരിക്കും കാണിക്കുക. ചെറുമട്ടത്തിൽ ചാറുന്നുണ്ട്. നമ്മുടെ ഗൈഡാണ് ഇദ്ദേഹം. ഇപ്പം നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്നും അങ്ങനെ കാണാം. ഇവിടുത്തെ ഒരു കത്തീഡ്രലാണ് ഈ കാണുന്നത്. ഇവിടെ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ബസ്സിൽ കയറിയിട്ടുണ്ട്. മഴ ചാറുണ്ട്. മഴ പെയ്താൽ ആകെ അലമ്പാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോവാണ്. അങ്ങ് ദൂരെ മലൻ്റെ അടുത്താണ് ഒരു ഹോട്ടൽ. ഇവിടെയൊക്കെ ഐസ് മുടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഹോട്ടലിലെ ബാൽക്കണിയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്.
ഇവിടുത്തെ ഐസിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇപ്പം സമയം 7:45. ഇപ്പം ഇരുട്ടായിട്ടില്ല, പക്ഷേ ഈ മൂടലോണ്ട് ഇങ്ങനെ ഇരുട്ട് പോലെ തോന്നുകയാണ്. ഐസ് അങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാം നമുക്ക് ഈ കാഴ്ചകൾ. നല്ല അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഐസ് കാണുക പറഞ്ഞാൽ. മഞ്ഞുമഴ. ഐസ് മഴ പെയ്യാണ്. ഐസ് മഴ. ദിസ് ഈസ് മൈ ഫ്ലാറ്റ്.我跟秋面也要跑一个，然后就像拍那个，来，我们两个在这里，你先拍多点啊。现在拍还看不到哦，我们也看不到了。ഇവിടെ നമ്മളെ പാക്കേജിൽ വന്ന ആളുകളെല്ലാവരും കൂടി ഒരു ഡാൻസ് ഉണ്ട്. ആ കൂട്ടത്തോട് വേറെയും കുറച്ച് നോർത്ത് ഇന്ത്യൻസ് പാർട്ടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ കാണാം നമുക്ക്. എന്നിട്ടൊന്ന് ഉറങ്ങാൻ പോകണം. രാവിലെ എണീച്ച് ഇവിടുന്ന് പോകേണ്ടതാണ്. ഇപ്പോൾ സമയം രാവിലെ 6:35. നിർത്തിയിട്ട ബസ്സൊക്കെ ഐസിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, ഫുൾ ഐസാണ്. ഈ ഒരു രാജ്യത്തും ഈ ഒരു സ്ഥലത്ത് ഞാൻ ഇതേ ഹോട്ടലിൽ തന്നെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഐസില്ലാത്ത സീസണിൽ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കാണുക. ഇൻസ്ബർഗ് ഓസ്ട്രിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എപ്പിസോഡുണ്ട്. മുമ്പ് ഞാൻ പോയിരുന്നതാണ്. ഇതൊരു വിൻ്റർ ഒളിമ്പിക്സ് നടന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ ഒരു ഹോട്ടലാണിത്. ഐസ് കണ്ടില്ലേ. ഞാൻ ഇപ്പം എൻ്റെ റൂമിൻ്റെ ജനൽ തുറന്നിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡലിലുള്ളത്. ഇതിൻ്റെ മുകളിലൊക്കെ ഐസ് വീണിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഇവിടെയൊക്കെ മഞ്ഞാണ്.
നമ്മുടെ വായക്കൂടി പുറത്തിടുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു നമ്മുടെ പുക പോലെ കാണാം. ഞാൻ അപ്പോൾ അത് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ സമയം രാവിലെ 8:15. അപ്പോൾ നമ്മുടെ ബസ് പുറപ്പെട്ടിരിക്കുന്നത്. നല്ല തണുപ്പാണ്, പുറത്തൊക്കെ ഐസ് ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് ഇവിടെയൊക്കെ. എൻ്റെ മുമ്പത്തെ ഒരു ഓസ്ട്രിയ എപ്പിസോഡുണ്ട്, ഇൻസ്ബുർക്കിൽ തന്നെ വന്നിട്ടില്ല, ഐസ് ഇല്ലാത്ത സീസണിൽ വന്നത്. അപ്പോൾ ആ ഒന്ന് കാണും നിങ്ങൾ. രണ്ടും ഭയങ്കര വ്യത്യാസമാണുള്ളത്. ആ സമയത്തും കുറച്ച് ഐസ് ഉണ്ടാവും, പക്ഷെ എപ്പോഴും ഐസ് ഉണ്ടാകുന്ന സ്ഥലമാണ് ഇൻസ്ബുർക്ക് എന്ന് പറഞ്ഞ ഈ ഒരു പട്ടണം. ഇപ്പം കൂടുതൽ ഐസുള്ള സമയമാണ്. മഴ ഇപ്പോഴും ചാറുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അധികം ഐസില്ലാത്ത ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ കുറച്ച് സ്റ്റില്ല് ഫോട്ടോസൊക്കെ ഒന്ന് കാണാം. ഈ ഇൻസ്ബ്രുക്കും ലിച്ചസ്റ്റനും കോട്ടയൊക്കെ ആയിട്ടുള്ള.
അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.